ഇയറിലത്തേക്കുള്ള കറണ്ട് അഫെയർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലേറ്റസ്റ്റ് നോക്കി നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ എന്താണ് CBSE ടെക്സ്റ്റ് ബുക്കാണ്. ഹായ് ഓൾ, ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ കാത്തിരുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ TTE 2025. എല്ലാവരും ഒരുപോലെ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, TTE എക്സാം വിളിക്കില്ലേ? കഴിഞ്ഞ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഈ വർഷം വിളിക്കില്ലേ? TTE എന്ന് പറയുന്നത് എന്താണ്? ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആണ്. ഇനി TC ഉണ്ട്, TTE ഉണ്ട്. അപ്പൊ TC എന്താണ്? ടിക്കറ്റ് കളക്ടർ ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ബസ്സിൽ കയറുന്ന സമയത്ത് അതിനകത്ത് ടിക്കറ്റ് തരാൻ ഒരാളുണ്ട്, കണ്ടക്ടർ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബസ്സിനകത്ത് വരുന്ന ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ടിക്കറ്റ് എക്സാമിനേഴ്സ് അല്ലെ. അതായത് എന്താണ്, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ റെയിൽവേയിനകത്ത് വരുന്നതും. TTE എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചു നോക്കുക, നമ്മൾ ആ കറക്റ്റ് സീറ്റിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആളാണ് ട്രെയിൻ. അതായത് ഇൻസൈഡ് ദ ട്രെയിൻ, അതാണ് TTE. ഇനി ഔട്ട്സൈഡ് ചിലപ്പോൾ ചില സ്റ്റേഷനുകളിൽ ഔട്ട്സൈഡ് ടിക്കറ്റ് കളക്ടർ ഉണ്ടായിരിക്കും. അവര് ഒന്നും കൂടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അത് ചില സ്റ്റേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന ടിക്കറ്റ് കളക്ടറിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വരിക. ഇനി TTE എങ്ങനെ ആവാം? നമുക്ക് സാധാരണ TTE ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ TTE ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് നടത്തുന്നത്. അതായത് നമുക്ക് TTE എക്സാമിന് പ്രത്യേകിച്ച് വിളിക്കില്ല. അപ്പോൾ TTE ആവാൻ നമ്മൾ എന്താ ചെയ്യുക? TTE ആവാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണെന്ന് ഈ ഒരു ഫുൾ വീഡിയോ. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ RRB NTPC അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയാണ്. ഒന്ന് നോൺ ടെക്നിക്കൽ പോസ്റ്റ് പരീക്ഷകളും ഒന്ന് ടെക്നിക്കൽ പോസ്റ്റ് പരീക്ഷകളും. അതിൽ നോൺ ടെക്നിക്കൽ പോസ്റ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ RRB NTPC ആണ്. ഈ 2024 ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയൊക്കെ എല്ലാവരും എഴുതിയിട്ടിരിക്കുകയാണ് അല്ലേ. അതല്ല, നമുക്ക് റെയിൽവേ ടെക്നിക്കൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് JE ജൂനിയർ എഞ്ചിനീയർ വരുന്ന പോസ്റ്റുകൾ, ടെക്നീഷ്യൻ വരുന്ന പോസ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ TTE എന്ന് പറയുന്നത് നമ്മുടെ NTPCക്ക് അകത്ത് വരുന്ന ഒരു പോസ്റ്റാണ്. അതായത് നമുക്ക് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിക്ക് അകത്ത് വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് TTE അവർ എടുക്കുന്നത് അത് നോക്കാം. RRB NTPC ഇപ്പൊ 2 ലെവലിലാണ് എക്സാം നടത്തുന്നത്. ഒന്ന് ഗ്രാജുവേറ്റ് ലെവലും ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും. ഈ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 6ഉം ലെവൽ 5ഉം ആണ്. ലെവൽ 6 എന്ന് പറയുമ്പോൾ ഏതാണ്? സ്റ്റേഷൻ മാസ്റ്റർ അല്ലെ. ലെവൽ 5 എന്ന് പറയുമ്പോഴോ ഗുഡ്സ് ട്രെയിൻ മാനേജർ വരും. ലെവൽ 6ൽ ഒന്നുകൂടി ഉണ്ട്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അങ്ങനെ 2 പോസ്റ്റുകൾ വരും. ലെവൽ 5 ആവുമ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുന്നുണ്ട്, ജൂനിയർ അക്കൗണ്ട്സിന്റെ ഒരു സെഷൻ വരുന്നുണ്ട്, സീനിയർ അക്കൗണ്ട്സിന്റെ ഒരെണ്ണം വരുന്നുണ്ട്, ക്ലർക്കിൻ്റെ വരുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ട്സും സീനിയർ അക്കൗണ്ടും വരുന്ന രീതിക്കുള്ള ക്ലർക്കിന് 2 പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുമ്പോഴും ലെവൽ 3ഉം ഉണ്ട്, ലെവൽ 2ഉം ഉണ്ട്. അതിൽ ലെവൽ 3 എന്ന് പറയുന്നത് CTC ആണ്. CTC എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അല്ലെ. ഇനി ലെവൽ 2ൽ വരുന്നതാണ് നമുക്ക് ടൈപ്പിസ്റ്റിന് 2 പോസ്റ്റുകൾ വരുന്നുണ്ട്. അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് വരുന്ന 2 പോസ്റ്റുകളാണ് ഈ പറയുന്ന ലെവൽ 2വിനകത്ത് വരുന്നത്. അതിന്റെ സീനിയർ മോസ്റ്റ് ആണ് ലെവൽ 5വിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞില്ലേ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റിൽ നിന്നാണ് TTE ഇപ്പോൾ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് TTE ആവാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന CTC നിങ്ങൾക്ക് എഴുതി കയറിയാൽ മതി. അതായത് എന്താണോ RRB NTPCയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുന്നത്, അതിലെ ലെവൽ 3 നിങ്ങൾ എഴുതി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന TTE പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ സാധിക്കും. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നോക്കിക്കേ, ലെവൽ 3 കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. എന്തൊക്കെയാണ് അതിന്റെ ഒരു ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വരിക? 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ പറഞ്ഞ CTC പോസ്റ്റിലേക്ക് കയറാം. ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ +2 പാസ്സായവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? CTC എഴുതാൻ സാധിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആയതുകൊണ്ട് CTC എഴുതാൻ സാധിക്കും. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് അറിഞ്ഞിരിക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് B2 ആണ്. ആർക്ക് വേണമെങ്കിലും എഴുതാം. അതായത് 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. കണ്ണട ഇല്ലാതെയോ കണ്ണട ഉണ്ടായിരുന്നിട്ടോ നിങ്ങൾക്ക് 6/9, 6/12, അതായത് ഒരു പെർഫെക്റ്റ് വിഷൻ അവർ പറയുന്നില്ല, പക്ഷെ വിഷൻ വേണം, ഇതാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ക്ലോസ് വർക്ക് ആണ്. നമ്മൾ ക്ലർക്ക് എന്ന് പറയുമ്പോഴേ അറിയാലോ, നമുക്ക് ക്ലോസ് വർക്ക് ആണ് വരുന്നത്.
അപ്പോൾ അതിന് നമുക്ക് എന്താണ് 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസിന്റെ വിഷൻ ആണ് വേണ്ടത്. അത് എന്താണ് വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് ആൻഡ് മസ്റ്റ് പാസ് ദ ടെസ്റ്റ് ഓഫ്. എന്തിന്റെ ടെസ്റ്റ് പാസ്സായിരിക്കണം? ഫീൽഡ് ഓഫ് വിഷൻ, അതായത് ബൈനോക്കുലർ വിഷനും കാര്യങ്ങളൊക്കെ എന്താണ് പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് B2 മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ ജോബ് പ്രൊഫൈല് എന്തൊക്കെയാണ്? ജോബ് പ്രൊഫൈൽ വരിക, CTCയുടെ മെയിൻ ജോബ് പ്രൊഫൈൽ എന്താണ്? ടിക്കറ്റിംഗ് ഓപ്പറേഷൻസ്. അതായത് CTC ആയിട്ട് കയറുന്ന ഒരാൾക്ക് നമ്മുടെ റെയിൽവേയിൽ തന്നെ പല സെക്ഷൻസിലായിരിക്കും വരിക. ചിലപ്പോൾ പാഴ്സൽ കൗണ്ടറിലായിട്ട് വരും, ചിലപ്പോൾ നമ്മുടെ എന്താണ് ടിക്കറ്റ്, അതായത് പാഴ്സൽ അല്ലാതെ ഗുഡ്സിൽ വരാറുണ്ട്, ഗുഡ്സിന്റെ സെക്ഷനിനകത്ത് വരാറുണ്ട്. അതുപോലെ ടിക്കറ്റ് ഓപ്പറേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ, അതായത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള റെയിൽവേ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ റവന്യൂ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ സർവീസ് ആണ്, അതായത് കസ്റ്റമറിനുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റാഫ് സൂപ്പർവിഷൻ വരുന്നുണ്ട്, ഓപ്പറേഷണൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ കോർഡിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഈ പറയുന്ന CTCയുടെ, അതായത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് കം ടിക്കറ്റ് ക്ലർക്കിന്റെ ജോബ് പ്രൊഫൈല് വരുന്നത്. അതായത് പക്ക നമുക്ക് പറയാം ഒരു ക്ലർക്കൽ ജോബാണ്. ഇനി CTCയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ TTയിലോട്ട്, നമ്മൾ ഈ പറയുന്ന കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് TTയിലോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് വരുന്ന ചേഞ്ച് മാത്രമാണ് ഇപ്പോൾ TT ആക്കിയിട്ടുള്ളത് എന്നാണ് ഇതുവരെയുള്ള അറിവ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രൊമോഷൻ വരുന്നത് നോക്കാം. CCTC ആയിട്ടാണല്ലോ നമ്മൾ കയറുന്നത്, അതായത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ടാണ് നമ്മൾ കയറുന്നത്. അത് കഴിഞ്ഞാൽ സീനിയർ CCTC ആവും, നെക്സ്റ്റ് ചീഫ് CCTC ആവും, അതായത് നമ്മുടെ ലെവൽ 6 വരുന്ന പോസ്റ്റ് അല്ലേ, ചീഫ്. നെക്സ്റ്റ് എന്താണ്? കൊമേഴ്ഷ്യൽ സൂപ്പറിൻറ്റൻഡന്റ് ആവും, അത് കഴിഞ്ഞാൽ സീനിയർ മാനേജ്മെന്റ് പൊസിഷൻസ് ആവും. അപ്പൊ ഇതിലിടയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് TT എന്ന് പറയുന്നത്, അതായത് ഈ ടിക്കറ്റ് ക്ലർക്ക് തന്നെയാണ് TT ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ റണ്ണിങ് ഒക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതായത് അങ്ങനെ വരുന്ന ട്രാവലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് TT ആയിട്ട് ചൂസ് ചെയ്യാം. നൈറ്റോ ഡേയോ ഒക്കെ നമുക്ക് അതിനകത്ത് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് TT എന്ന് പറയുന്നത്. ഇനി ബേസിക് സാലറി എന്താണോ CTCയുടെ സാലറി, സാലറി നമുക്ക് 21,700 ആണ്. പിന്നെ അതിന്റെ കൂടെ വരുന്ന അലവൻസസ് DA, HRA, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. പിന്നെ ട്രാവൽ അലവൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ TT ആയിട്ട് പോവേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ട്രാവൽ അലവൻസ് കാര്യങ്ങൾ വരും. നൈറ്റ് ഡ്യൂട്ടി അലവൻസ് വരാറുണ്ട്. ഇതുപോലെ TT ആയിട്ടൊക്കെ പോകുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളുണ്ട്. അതല്ലാതെ തന്നെ CTCക്കാർക്ക് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം ഗുഡ്സിൽ ഞാൻ പറഞ്ഞ ഗുഡ്സിന്റെ ഇതിൽ എന്താണ് കൗണ്ടറിൽ കാര്യങ്ങൾ ഇരിക്കേണ്ടി വരും. അതുപോലെ പല ഒരു എന്താണ് ഓപ്പറേഷനിൽ ഉള്ള ആൾ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ മിസ്സിംഗ് എന്നല്ല ആളില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഓവർ ടൈമും ചിലപ്പം വർക്ക് ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട്, ഓവർ ടൈം എന്ന് പറയുമ്പോൾ ഈ TT ആയിട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടൈം വർക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ആ സമയത്ത് നമുക്ക് ഓവർ ടൈം അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കൂടാതെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, അതായത് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് എന്താ പറയുക നമ്മുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യമുണ്ട്, റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്, റെയിൽവേ എന്താണ് ഫിറ്റ്നസിനുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് അതിന് പുറമേ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നല്ലൊരു രീതിയിലുള്ള എന്താണ് ഒരു പേയ്മെന്റോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന TT എന്ന് പറയുന്ന ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അത് ത്രൂ CTC വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അതായത് ഫസ്റ്റ് Tier 1 CBT ഉണ്ട്, Tier 2 CBT ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലോട്ടാണ് പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് വേറെ സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ DVയിലോട്ടും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനിലോട്ട് പോയിട്ടാണിത് എന്താണ് പാസ്സായി നമ്മൾ കയറുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ നോക്കാം. Q&A 30 ക്വസ്റ്റ്യൻസ് ആണ്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ആണ്, Tier 1 ആണിത്, CBT 1, GA 40 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ടൈം വരുന്നത് 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ Tier 2 വരുന്ന സമയത്ത് QA 35 ക്വസ്റ്റ്യൻസ് ആണ്, RA 35 ക്വസ്റ്റ്യൻസ് ആണ്, GA 50 ക്വസ്റ്റ്യൻസ് ആണ്. ടൈം വരുന്നത് 120 മിനിറ്റ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ നേരെ DVയിലേക്ക് പോയിക്കൂടെ, അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് പോയിക്കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് വരുന്ന RRB NTPC എഴുതാമല്ലോ. അപ്പോൾ TT ആവണ്ടേ, അപ്പോൾ RRB NTPCയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതിയാൽ മതി, TT ആവാം കേട്ടോ. ഓക്കെ, അപ്പം ഇതിലെ QAയുടെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിക്കേ. സാധാരണ വരുന്ന നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെന്ററി ഓൾജിബ്ര, എന്താണോ നമ്മുടെ റെയിൽവേ സിലബസ് അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതുപോലെ ആറേടേതായാലും കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, അനലോഗി, സീരീസ്, ആൽഫ ന്യൂമറിക് സീരീസ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽസ്. അപ്പോൾ നമ്മുടെ സാധാ റീസണിംഗ് ടോപ്പിക്സ് എല്ലാം തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. ഇനി ജിയുടെ കേസ് വരുവാണെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്റർനാഷണൽ ലെവൽ, നാഷണൽ ലെവൽ വരുന്ന രീതിക്കുള്ള കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് വേണം. അതൊരു 1 ഇയറിലത്തേക്കുള്ള കറണ്ട് അഫയർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലേറ്റസ്റ്റ് നോക്കി നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ വരും നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, അങ്ങനെ വരുന്ന കാര്യങ്ങളും. അതിൽ നമുക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എന്താണ് CBSE ടെക്സ്റ്റ് ബുക്കാണ് അവർ പറയുന്നത്. പക്ഷേ 10th CBSE തന്നെയാണ്, ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചു വന്നത് ആ 10th CBSE ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ടൈം കുറവ് ആയിട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ ചെയ്യുമ്പോൾ വഴിക്കണക്കൊക്കെ ഒരുപാട് വഴിയൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാം നടക്കില്ല. എളുപ്പം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ 10th CBSE ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. പക്ഷേ എവിടെ നിന്നൊക്കെയാണ് കറക്റ്റായിട്ട് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതൊക്കെ എന്താണ് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം ലെവലിൽ പഠിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് 10th CBSE ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചോദിക്കുക. അപ്പം ഇതിനകത്ത് വരുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ 10th CBSE സിലബസ് പ്രകാരം വരുന്നത് സോർട്ട് ഔട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്, ഇപ്പോൾ മാത്സിൻ്റെ ആയിരുന്നാലും മാത്സ് ട്രിക്സ് എന്തൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ സാധിക്കും, റീസണിങ്ങിൽ എങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാൻ സാധിക്കും, ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, അതുപോലെ ജിയുടെ കേസസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം, ഏതൊക്കെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ വന്നത്, ഇതെല്ലാം നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് RRB NTPCയുടെ എക്സ്പ്രസ് ബാച്ച് അവൈലബിൾ ആണ്. അത് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മലയാളത്തിലും പഠിക്കാം, ഇംഗ്ലീഷിലും പഠിക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡ് ബാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ സ്റ്റഡി പ്ലാനുകൾ, പിന്നെ നമ്മുടെ വിഷ്വലൈസേഷൻ ബേസ്ഡ് ചെയ്ത് വരുന്ന ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ 2025 വരെയുള്ള PYQs കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടുള്ള വീഡിയോ ലെസൺസ് എല്ലാം വരുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പ്രസ് ബാച്ചാണ്. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കറക്റ്റ് ഒരു ട്രാക്കിൽ കൂടെ നിങ്ങൾക്ക് പഠിച്ചു പോകാമെന്നാണ്. അപ്പോൾ അടുത്ത എക്സാം, അടുത്ത TTE ആകണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ മെയിനായിട്ടും ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. ഇനിയെല്ലാം നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഗൂഗിൾ ഫോമിലേക്ക് എഴുതിയും ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ TTയുടെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് അതായത് നമ്മുടെ റെയിൽവേയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പോൾ TT എന്ന് പറയുന്നത് CTC വഴിയാണ് നമുക്ക് TT പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു അറിയിപ്പ്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.